ഈ തക്കിളി ഒരു കാര്യം ഓ ക്ലീറ്റോ ആ പോവാനിറങ്ങിയോ? ഞാൻ ഇറങ്ങി. അവിടെ നിന്നേ. എന്തായി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം? എന്ത്? കൊച്ചിന്റെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ നാളെ. അതെന്തായി? അവളെ പുറത്താക്കും ക്ലാസ്സിൽ നിന്ന്. പുറത്താക്കും? എന്തിന് പുറത്താക്കണ? എന്തിനാന്നുള്ളതല്ല, നാളെ ഫീസ് അടയ്ക്കാൻ പറ്റുമല്ലോ. എന്റെ കൊച്ചിനെ പുറത്താക്കണ്ടല്ലോ. നിങ്ങൾ കൂടുതൽ പാർട്ടിക്കാർ ഇതിനകത്ത് ഇടപെടുത്തണ്ട. കൊച്ചിന്റെ ഫീസ് അടയ്ക്ക് നാളെ. ഇത് അടയ്ക്കാം, നാളെ അല്ലേ? നാളെ ഇത് ഞാൻ കൊറേ കേട്ടതാ ക്ലീറ്റോ, ഇത് കൊറേ കേട്ടത്. ഞാൻ വിശ്വസിക്കൂല. നിങ്ങളുടെ എവിടെ പൈസ? പൈസ ഇത്തിരി പൈസ വരാനുണ്ട്. കൊറേ നാളെ ഇത് വരവ് തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിക്കണ്ടില്ല. ക്ലീറ്റോ, ഇത് തമാശയല്ല. നീ ഒന്ന് സമാധാനം തരുമോ? ഇല്ല, സമാധാനം നാളെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ നാളെ അടച്ചോളാം. എവിടെ നിന്ന് എടുത്ത് അടയ്ക്കും? അത് എവിടെന്നേലും ഞാൻ എടുത്ത് അടച്ചോളാം. അപ്പൊ ഇത് പലചരക്ക് സാധനങ്ങൾ മേടിക്കാനോ? പലചരക്ക് സാധനം നാളെ. പലചരക്ക് സാധനം നാളെ അല്ല, ഇന്ന് വേണം. വാങ്ങാം. എപ്പോ? ഞാൻ പോയിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാം. രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് കഞ്ഞിയും കറി കഴിക്കണ്ടേ? എന്റെ തങ്ക, ഒരു വഴിക്ക് പോവാ ഇറങ്ങുമ്പോ ഇങ്ങനെ എപ്പോ നോക്കിയാലും പൈസ എന്നുള്ള ഒരു കാര്യമുള്ളൂ. അല്ലെ ഞാൻ ചോദിച്ചോട്ടെ, പൈസക്ക് പൈസ തന്നെ വേണ്ടേ? പിന്നെ അല്ല, ഞാൻ നിന്റെ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പല്ലേ ഒരു 7000 രൂപ കയ്യിരുന്നേ. അത് എന്ത് ചെയ്ത് ചെലവാക്കിയങ്ങ് തീർക്കാണ്. ആണോ? ചിട്ടി പൈസ, കുടുംബത്തിലെ ചെലവ്, ഇതൊക്കെ ആര് നോക്കും? പിന്നെ അത് മാത്രമല്ല, അല്ലാതെ ദൂർത്തുണ്ട് കുറെ നൈറ്റി വാങ്ങലും അത് വാങ്ങലും ഇത് വാങ്ങലും മെഷീൻ നന്നാക്കലെന്നും പറഞ്ഞു. ഞാൻ ഒരു കാര്യം തയ്ക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, അത് എപ്പോഴും നന്നാക്കാം. അപ്പൊ അത് പണി ചെയ്യുമ്പോ അതിൽ എന്താണ് അതിന്റെ രീതിക്ക് ദേഷ്യമൊക്കെ തീർക്കണം. അതിനോടാ ചില സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിന് കുറച്ച് കണക്കൂട്ടലൊക്കെ വേണം. ചെലവാക്കണ പൈസക്ക് ഒരു കണക്ക് ഇന്ന വരെ നീ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ എത്ര രൂപ നിന്റെ കയ്യിൽ വരുന്നുണ്ട്, ഒരു മാസം എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, നമുക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്, വല്ലതും ബാക്കിയുണ്ടോ, അധിക ചെലവാണോ? നിന്റെ ദൂർത്ത് തന്നെയാണ്. കണക്ക് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഒരു ചിട്ടയും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കണക്ക് നോക്കാൻ ഇവിടെ കോടികളുടെ ബിസിനസ് ആണല്ലോ. അല്ലെങ്കിൽ എപ്പോഴും പൈസ അത് വാങ്ങി ഇത് വാങ്ങി ഒരു സമാധാനം മനുഷ്യന്. അന്ന് നിങ്ങൾ ഇനി പോലെ നോക്കിക്കോ, ഞാൻ നോക്കണില്ല. ഞാൻ നോക്കി അന്തസ്സായിട്ട് നോക്കും. എനിക്കറിയാം അതിന്റെ രീതിക്ക് ഇത് നടത്താൻ. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. കൊച്ചിന്റെ ഫീസ് അടക്കണമെന്ന് പലർക്ക് സാധനങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ ജീവനോടെ തിരിച്ചു വരുമെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഞാനേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ 3000 രൂപയുടെ ഒരു കമ്മലും മാലയൊക്കെ ഉള്ള സെറ്റ്. കേക്കുന്നുണ്ടോ? എന്താണ്? ആ 3000 രൂപയുടെ സെറ്റ് ഇപ്പൊ ഓഫറിൽ 2000 രൂപക്ക് ഇട്ടിട്ടുണ്ട് ഓൺലൈനിലേ. ഏട്ടാ വേണ്ട, 1000 രൂപ ലാഭം കിട്ടും ഏട്ടാ. 1000 രൂപ ലാഭം വേണ്ട മോളെ. 1000 രൂപ ഏട്ടന് നഷ്ടാവില്ലല്ലോ ഏട്ടാ. ജവന്തി കളിക്കാന്ന് കല്ലേട്ടാ. എനിക്ക് 2000 രൂപ വേണം. 2000 രൂപ എന്റെ കയ്യിലില്ല. വേണം. 10000 ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരു 2000 രൂപയല്ലേ? 2000 നിനക്ക് വില ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് വിലയുണ്ട് കേട്ടാ. എനിക്ക് വിലയുണ്ട്. എന്റെ കമ്മലും മാലയും നല്ലതായിട്ടാ, കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാം. നിനക്കേ ഇപ്പൊ ആവശ്യത്തിന് സംഗതി ഉണ്ട്. ഇല്ല, ഞാൻ ഇട്ടുതരാം. ഞാൻ എണ്ണ ഇടാന്ന്. നീ എണ്ണയുടെ ചെയ്ത് ഉണ്ടായിരുന്നല്ലോ, നിനക്ക് ഇടായിരുന്നില്ലേ? എന്തിനാട്ടോ 2000 രൂപ? അതെ ക്ലീറ്റസ് വാങ്ങിച്ചോ. പിന്നെ ക്ലീറ്റസേ, ആ 2000 രൂപ കൊടുത്തേ. നീ നാളെ തരാന്ന് പറഞ്ഞ വാങ്ങിച്ച പൈസ ഇല്ലേ 2000 രൂപ? അത് ഒരുത്തിനടുത്ത് ഇപ്പൊ കണക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് അടുത്ത ആള് തുടങ്ങി. ആങ്ങളും പെങ്ങളെയും കൂടെ കരുതി കൂട്ടി തന്നെ ആക്രമിക്കാതിരിക്കണായിരിക്കും. നിന്നോട് ഞാൻ കടം ചോദിക്കുന്നല്ലോ, തരാനുള്ള പൈസ ചോദിക്കല്ലേ? ഇടേ അത് തരാം. അത് നിങ്ങളോട് ബഹളം വയ്ക്കണോ? എന്നാ അതിങ്ങോട്ട് നാളെ തരാന്ന് പറഞ്ഞ വാങ്ങിച്ചാലേ. നാളെ തരാന്ന് പറഞ്ഞാൽ നാളെ അല്ലേ തരാന്ന് പറഞ്ഞത്. ഇതിപ്പോ ഞാൻ ഇന്ന് വൈകുന്നേരം തരാന്നാ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം തരും. അപ്പോ നാളെ തരാന്ന് പറഞ്ഞ പൈസ അതേത്? നാളെ തരാ. ആ പൈസയൊക്കെ ഞാൻ തന്നു. ഏത് പൈസ? നാളെ തരാന്ന് പറഞ്ഞ പൈസ ഞാൻ തന്നു. ഇത് ഞാൻ ഇന്ന് തരാന്ന് പറഞ്ഞ പൈസയിൽ നമ്മൾ തമ്മിലുള്ള ആവശ്യമില്ലാതെ കണക്ക് തെറ്റിക്കില്ല. ഞാൻ ഇനിയിപ്പോ ഈ തരാന്ന് പറഞ്ഞ പൈസ ഉള്ളൂ, അത് തരും. നീ അത് തരുമല്ലയോ? ഇടേ അളിയ തരാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അടിച്ചതുകൊണ്ട് അവിടെ ഓടിന്റെ മുകളിൽ ഇട്ടേക്കണം ഉണങ്ങാൻ. ഓഫർ തീർന്നു പോവും. അതുകൊണ്ട് അവൾക്ക് എന്താ സാധനം വാങ്ങിക്കാനാണ്. അതിന് പൈസ നീ കൊടുക്കണം. ഇത് ഞാൻ നിന്റെ കടം മേടിച്ചല്ലേ, അത് ഞാൻ തരാം വൈകുന്നേരം. ഞാൻ ജീവനോടെ തിരിച്ചു വരുമെങ്കിൽ തരാടേ. എൻ്റെ പൊന്ന് ക്ലീറ്റസേ, കടം വാങ്ങിക്കാൻ മാത്രം ഉത്സാഹം കാണിച്ചാൽ പോരാ, അത് തിരിച്ചു കൊടുക്കാനേ ഉത്സാഹം കാണിക്കണം. എന്നാലേ രണ്ടാമത് ചോദിച്ചാലേ കിട്ടൂ കേട്ടാ. അല്ലേ ഞാൻ ഇതുവരെ വാങ്ങിച്ചാലേ നിനക്ക് തന്നുകൊണ്ടിരിക്കുകയല്ലേ. ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് വൈകും, അത്രയല്ലേ ഉള്ളൂ. ഓ, ഈ പൈസ എന്ന് പറയണത് എന്നും എല്ലാവരുടെ കയ്യിലും ഒരുപോലെ ഇരിക്കില്ല. ഓരോ ദിവസം ഓരോരുത്തരും മാറി വരും കേട്ടോ. നാണം വേണടാ, നാണം. കടം വാങ്ങിയ പൈസ പുട്ടടിക്കാൻ മാത്രം ഉണ്ടായ കാര്യമില്ല കേട്ടാ. അതെ, തിരിച്ചു കൊടുക്കണം എന്നുള്ളത് കാണിക്കണം.
ഡേ നാണല്ലാത്തവന് പിന്നെ എന്തു ആവാലോ? ഞാൻ ജീവനോടെ തിരിച്ചു വരുമെങ്കിൽ നിന്റെ പൈസ ഇന്ന് ഞാൻ തന്നിരിക്കും കേട്ടോ. ഇത്ര ബഹളം വെക്കണ്ട. എൻ്റെ കർത്താവേ, ഈ വീട്ടില് പൈസയ്ക്ക് മാത്രമേ വിലയുള്ളൂ, മനുഷ്യന് ഒരു വിലയില്ല. ഓ, നീ തരൂല അത് പറയടേ കേട്ടോ. എന്നാ പിന്നെ അത് പ്രതീക്ഷിച്ചിരിക്കണ്ടല്ലോ. വേഗം കൊണ്ടുവന്നാ. സൗകര്യമില്ല. ഓ ഏട്ടാ, ആ എന്റെ 2000. നിന്റെ 2000 ഞാൻ അവൻ ധരിച്ച നീ വാങ്ങിച്ചോ? അവൻ തരാനുള്ള പൈസയാണ്, ഞാനത് എഴുതി തള്ളി. എനിക്ക് ആ പൈസയേ വേണ്ട. അപ്പോഴേക്കും എന്റെ ഓഫർ തീരും. ആ അതെനിക്ക് അറിഞ്ഞൂടാ. നീ ഇത് എന്തുകൂടെ ഇത് കുറെ നേരമായിട്ട് എണ്ണുന്നല്ലേ? ഇതുവരെ എണ്ണി തീർന്നില്ലേ? 25,000 രൂപ എണ്ണാനാണ് ഇത്ര വലിയ പാട്. അതെ, 20 പേരുടെ എന്തുകൂടെ ഈ ആവശ്യമില്ലാത്ത പണി കാണിക്കില്ല. എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷെ എൻ്റെ ചുമ്മാ എന്ത്, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നില്ലേ നിനക്ക്? നീ അപ്പം പറഞ്ഞില്ലേ എനിക്ക് 25,000 തരാമെന്ന്. എനിക്ക് 25,000 രൂപ വേണം. നമ്മുടെ പാർട്ടി ഓഫീസ് നവീകരണത്തിന്റെ കൊട്ടേഷൻ ഞാൻ നിനക്ക് പിടിച്ചു തന്നുകൊണ്ടല്ലേ നിനക്ക് കമ്മീഷൻ കിട്ടിയതും എനിക്കും ചെറിയ കമ്മീഷൻ എടുക്കാൻ പറ്റുന്നത്. എടെ പിടിച്ചു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നിന്റെ പാർട്ടി നവീകരണത്തിന് അനുവദിച്ചല്ലേ? ആഫീസ് ഉണ്ടാക്കാൻ അനുവദിച്ചല്ലേ? അതിന് നീ കുറെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പഴയ സാധനങ്ങളാണ്, അത് പുതിയതൊന്നും അല്ലല്ലോ. അത് എനിക്ക് നിനക്ക് വല്ലേ അറിയത്തുള്ളൂ പഴയതാണെന്ന്. നിന്റെ പാർട്ടിയിലെ ഏതെങ്കിലും മണ്ടന്മാർക്ക് മനസ്സിലായോ അത് പഴയതാണെന്ന്? നീ നോക്ക്, നിനക്ക് പോലും മനസ്സിലായോ? ഇപ്പം നീ കൊണ്ടുവച്ച ഫാനൊക്കെ കോയമ്പത്തൂർ ഫാനാണ്, പെയിൻ്റൊക്കെ അടിച്ച് എനിക്ക് അത് 10 ദിവസമെങ്കിലും കറങ്ങൂ. എടേ നീ ചുമ്മാ എന്തോന്ന് പറഞ്ഞ, ഫാനൊക്കെ പക്കാ കണ്ടീഷനാ, ഒരു കുഴപ്പമില്ല ഫാനൊന്നും. അല്ല, മറ്റേ ആ ഓടിട്ട മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, കഴുക്കോലും മറ്റേ പട്ടികലൊക്കെ മാറിയില്ലേ ആ ഉത്തരത്തിന്റെ, അതിന്റെ ഇതൊക്കെ തടിയൊക്കെ ബലമുള്ള തന്നെ. എവിടെ നിന്ന് എടുത്തോണ്ട് വന്നു സെക്കൻഡ് ഹാൻഡ്? എടേ അതൊക്കെ രാജകൊട്ടാരങ്ങൾ പൊളിച്ച സാധനങ്ങളാണ്. ആ തടിയൊക്കെ നീയും ഞാനും മണ്ണടിഞ്ഞാൽ പോലും ആ തടിയൊക്കെ ഉണ്ടാവും. നീ എന്തോന്ന് പറയുന്നത്? അളിയാ പൈസ 20 പോരെ? അളിയാ അത് പറ്റത്തില്ല, എനിക്ക് 25 രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ നിന്നോട് ഞഞ്ഞ പറയാൻ ഞാൻ നിൽക്കണില്ല. നീ കുറഞ്ഞോട്ട് എടു, നിനക്ക് പൈസ തരാൻ വലിയ പിന്നെ. അവിടെ ഇത് കുടയില്ലടാ. ഇച്ചിരി വെള്ളമല്ലേ വീടുള്ളൂ, നീ കുളിക്കൂലേ? എന്താണ് കാര്യം? വേതാളം എവിടെ? വിക്രമാദിത്യ മാത്രം ഇരിക്കുന്നത്. എവിടെ എൻ്റെ അളി? കനകനാ? ആ റാണി, കനകനുണ്ടോ? കനകൻ ഇല്ല, എയ്ഡ് അടുത്ത് പോയിരിക്കുക. ഏയുടെ അടുത്താ? അതെ. അവന് ഏയായിട്ടൊരു മീറ്റിങ്ങിലാ വിളിക്കണം. വേണ്ട വേണ്ട വേണ്ട, നന്നായി. അതെ, ഞാൻ രാവിലെ ഇറങ്ങിയ അളിയില് ഒരു 2000 രൂപ കടം തരാൻ എൻ്റെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഇല്ലായിരുന്നു. ഇത് അവന്റെ കൊടുത്തര, എന്തോ അത്യാവശ്യത്തിനായിരിക്കും. ഇവിടെ എങ്ങനെ ഇത് അവന്റെ കൊടുത്തര, അവൻ കടം ചോദിച്ചടേ. നിന്നോട് അവൻ കടം ചോദിച്ചെന്നാ? അവൻ എന്നോട് കടം ചോദിച്ചൂടെ? എനിക്ക് അവന് കടം കൊടുത്തൂടെ? അങ്ങനെ വല്ലതും ഉണ്ടോ? നിയമം ഉണ്ടോ അങ്ങനെ വല്ല? പിടിക്കും. ഞാൻ ചോദിച്ചെന്നുള്ളൂ. 2000 രൂപ. ഓ അതെ, നമ്മുടെ ഈ കറണ്ടിന്റെ ബില്ല് ഒരു 8-10 മാസത്തെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ വല്ല വഴിയുണ്ടോ? ആരാ? എൻ്റെ തന്നെ. നീ ആദ്യം മാസാമാസം ഉള്ളത് ഊരണതിന് മുമ്പ് നടക്കാൻ നോക്ക് ക്ലീറ്റസ്. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതിനുള്ള മറുപടി പറ. അത് അടയ്ക്കാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്? സംവിധാനം ഇല്ല. നിനക്ക് ഇത് വേണമെങ്കിൽ വില പറഞ്ഞെടുത്തോ, സ്വന്തമായിട്ട് മേടിച്ചോ. നീ ചിലപ്പോൾ ഞാൻ ഇത് വിലയിട്ട് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നീയൊക്കെ എന്റെ അടിമയായി പോകും കേട്ടാ. ഉളമ്പാറ കൊണ്ടുകൊണ്ട സൈസാണ്. അത് മതി 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 മതി. ഒന്ന് ഓഫ് ചെയ്തോ, സാധനമൊക്കെ ഇറക്കട്ടെ. ഓഫ് ചെയ്. അമ്മ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുടുംബമൊക്കെ ആയ അല്ലേ? കണ്ട കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലേ വേറെ ബുദ്ധിമുട്ടുകളെ. ബുദ്ധിമുട്ട് എന്ത്? അതൊന്നും വേണ്ട, വെച്ചാലേ. ഹേയ്, എന്തായാലും പെട്രോളിനൊക്കെ ദിവസം വില കൂടി കുറഞ്ഞ് നിൽക്കുകയല്ലേ. അതുപോലെയാണ് എൻ്റെ കയ്യിൽ പൈസ വരണതും. ഇന്ന് വരും, നാളെ വരില്ല, ഒരു മറ്റന്നാൾ വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിൽ കാണൂലേ. ഇരിക്കട്ടെ, ഒന്നും സംഭവിക്കില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടാ. വലിയ ചാക്കും ഇല്ല തേങ്ങ തേങ്ങ ഇടയ്ക്ക് തേങ്ങ കുറച്ച് വാങ്ങിച്ചു. വീട്ടു സാധനങ്ങൾ പലവ്യഞ്ജനം എല്ലാം കൂടെ അങ്ങ് വാങ്ങിച്ചു.
ഈ പിന്നെ ദിവസം ദിവസം നുള്ളി പറക്കി പോയി വാങ്ങിക്കണത് അതൊരു മെനക്കേടാണേ. അതുകൊണ്ട് പിന്നെ ഇതമ്മ, ഇതമ്മയ്ക്ക് ഇതെന്താ? അമ്മയ്ക്കുള്ള കുഴമ്പും മരുന്നും ഒക്കെ, എന്റെ പൊന്ന്, അയ്യോ ലേഹ്യം എല്ലാം ഉണ്ട്. ഇത്രേ അയ്യോ ഇതെത്ര ഇതെപ്പോ കഴിച്ചു തീരാനാ? ഇത് എപ്പോ കഴിച്ചു തീർക്കാൻ ഉടനെ കഴിക്കണ്ടല്ലോ, സമയം കിടക്കല്ലേ. ഒരു 6 മാസത്തേക്കുള്ളത് ധാരാളമാണ്. അതെ അമ്മ, ഈ മോൻ്റെ അടുത്ത് പറയുമ്പോൾ കരഞ്ഞും പിടിച്ചും നക്കി പറയ്ക്കെല്ലാം വാങ്ങിച്ചോണ്ട് പറഞ്ഞത്. ഈ അങ്ങനെയുള്ള ദാരിദ്ര്യം വേണ്ട. ഇനി കുറച്ച് നാളത്തേക്ക് ആരോടും അമ്മ മരുന്നെന്ന് പറഞ്ഞ് ഇനി ഒരു അക്ഷരം പറയുന്നു കേട്ടല്ലോ. അല്ലടാ, ഈ ലേഹ്യമൊക്കെ എനിക്ക് ഒരു നേരേലും കഴിക്കാവൂ. ഇനിയിപ്പോ അമ്മ 3 നേരമൊക്കെ ലേഹ്യം കഴിച്ചോ, പ്രശ്നം തീർന്നില്ലേ? ഇരിക്കട്ടെ, അമ്മ ഒന്ന് ഉഷാറായിട്ട് വരട്ടെ അമ്മ. ആ എന്നാ ഇരിക്കട്ടെ നീ ഇപ്പൊ. അല്ല ഇതൊക്കെ ഇത്രയൊക്കെ ഇത്ര നിനക്ക് പൈസ എവിടെ അമ്മ, ഇത് പൈസയൊക്കെ മേളിൽ ഒരു തരുന്ന എല്ലാം കാണുന്നുണ്ട്. പൈസ അതിന് വേണ്ടത് നമുക്ക് തരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഓരോ ദിവസം രാവിലെ എഴുതിട്ട് ഉപ്പില്ല, കടുവില്ല, മുളയില്ല. ഇത് കേട്ട് കേട്ട് മടുത്തു. ഇനിയിപ്പോ ആ ഒരു ശല്യം ഉണ്ടാവില്ല എനിക്ക്. അതാണ് ഞാൻ അമ്മയുടെ കാര്യം അത് തന്നെ. ഇവിടെ വന്നിട്ട് പറയില്ല കനക അത്തി വാങ്ങിച്ചോണ്ട് വേണം 100 പ്രാവശ്യം പറഞ്ഞല്ല വാങ്ങിച്ചോണ്ട് വരണം. എന്തായാലും അതൊരു നല്ല കാര്യമായി. വേണോ? പിടി വേണ്ട വേണ്ട, ക്ലീറ്റ കൊണ്ട് വേണമെങ്കിൽ ഇവള് ഇതിന് ക്ലീറ്റയ്ക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. നടുവിനൊരു പിടുത്തമുണ്ട്. എന്റെ 2000 എന്തോ 2000 അതൊക്കെ ഞാൻ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചു മോളെ. എവിടെന്നടി? സത്യം പറയാനല്ല, എനിക്ക് പേടിയുണ്ട് കേട്ടോ അവന്റെ സ്വഭാവം. എടി, പാർട്ടിയിൽ നിന്ന് അവന് ശമ്പളം കിട്ടുമോ? പിന്നെ ആകെ 10 പേരുള്ള പാർട്ടിയിലെ ഇനി ശമ്പളം പൊമ്മയിടുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ കയ്യിൽ കാശ് കിട്ടിയ ദാരിദ്ര്യമില്ല, ഇഷ്ടം പോലെ ചെലവാക്കിക്കൊള്ളും. ആ ഒരു അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. വാ, ഓ ഇവിടെ വന്നേ, ഇതൊന്ന് പിടിച്ചേ. ഇത് സാധനം, വീട്ടു സാധനങ്ങളാ എല്ലാം മേടിച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങളാണ്. എന്തെന്ന്? ആര്, നിങ്ങളോ? ആ അല്ല, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ മറ്റേ കണാരം വാങ്ങിച്ചു തന്നു നമ്മളെ വീട്ടിലെ സാധനം. വീട്ടു സാധനങ്ങൾ മേടിക്കാൻ എവിടെ നിന്ന് പൈസ കിട്ടി? പൈസ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കണ്ട. ക്ലീറ്റോയ്ക്ക് പൈസ വരാണ്ടോ എന്നുള്ള കാര്യം നിനക്കറിയാലോ. അതിൽ കുറച്ചിങ്ങ് വന്നു, അതിൽ ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ഇതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ദാരിദ്ര്യം പറയരുത് വീട്ടിൽ. എനിക്കത് കേൾക്കണ ഇഷ്ടമല്ല. ചായ എടുക്കുക. ഇതെന്താ മേടിച്ചിട്ട് വന്നേക്കണേ? നീ എന്തൊരു വീട്ടു സാധനം കണ്ടിട്ടില്ലേ? ഇതിന് മാത്രം ഉപ്പ് മേടിച്ചേക്കണേ? ഉപ്പാ? പിന്നെ കറിക്ക് ഉപ്പ് വേണ്ടേ? ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ക്ലീറ്റോ, കടുക് 1 കിലോ. ഓ, ഇത് മുഴുവൻ പച്ചമുളകാ. എടീ, ഇത് ഇരുന്ന നിനക്ക് ഇതൊക്കെ വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്റെ ക്ലീറ്റോ, അരി എവിടെ ക്ലീറ്റോനകത്ത്? അരി അതിൽ അടിയിലുണ്ടാവും. അരി എന്തോരം മേടിച്ചു? അരി ഒരു 2 കിലോ 2 കിലോയ്ക്കകത്ത് മേടിച്ചു. അറിയില്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല ക്ലീറ്റോ. ഇങ്ങനെയാണോ പലചരക്ക് സാധനങ്ങൾ മേടിക്കണേ? ഉപ്പ് 5 കിലോ, മുളക് 1 കിലോ, കടുക് 1 കിലോ. നീ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാക്കണ സാധനം അതൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ മേടിച്ചു. ഇത് വാങ്ങിച്ചാലും കുഴപ്പമാണ്. തങ്ങ ഞാൻ ഒരു കാര്യം പറയാം. ഇനി ആ മിനിറ്റ് സാധനം അതില്ല ഇതില്ല എന്നുള്ള പരാതി വരരുത്. അതുകൊണ്ടാണ് ഇത്രയും വാങ്ങിയത്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ചീത്തായി പോലെ ക്ലീറ്റോക്ക് ഇത്ര ബോധമില്ല ക്ലീറ്റോ. ചീത്തായി ഒരു കാര്യം ചെയ്യും, കുറച്ച് അപ്പുറത്തേക്ക് കൂടെ കൊടുത്തോ, ലാവിഷായിക്കോട്ടെ. അവർ നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തോ. ഇങ്ങനെ അനാവത്തായിട്ട് ചെലവാക്കണേ? എന്തിനാ? ആവശ്യത്തിന് ചെലവാക്കിയ പോരെ? നിങ്ങളൊരു പൈസ ഇപ്പൊ എവിടെ നിന്ന് ഇത്ര മാത്രം ചെലവാക്കാൻ വേണ്ടിയിട്ട്? ജീവിക്കുമ്പോ അന്തസ്സായിട്ട് ജീവിക്കണം, ലാവിഷായിട്ട് തന്നെ ജീവിക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പൊ ഇതില്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? ഇല്ലാതെ വരുമ്പോ അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ എന്നോ പെയ്യാതിരിക്കണം മഴയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ കുട പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ക്ലീറ്റോ, ഒരു 100 രൂപ കിട്ടിയ അതിനകത്ത് ഒരു 50 രൂപ മാറ്റി വെക്കാൻ പാടില്ല? വേണ്ട, ഒരു 20 രൂപ മാറ്റി വെക്കാൻ പാടില്ലേ? കിട്ടിയത് അപ്പൊ തന്നെ തിന്നു തീർക്കണോ? അല്ല, എന്തിനാണ് ഈ മാറ്റി വെക്കണം? എന്തിനാണ്? നാളത്തേക്ക് കരുതി വെക്കണം. നാളെ ഇന്ന് രാത്രി കിടന്നിറങ്ങുമ്പോ നമ്മൾ അങ്ങ് തട്ടിപ്പോയി, രാവിലെ എഴുന്നേറ്റില്ല. അപ്പൊ പിന്നെ ആ 20 രൂപ എന്ത് ചെയ്യും? ആരെടുക്കും? വല്ലവരും കൊണ്ടുപോകില്ലേ? എന്തിനങ്ങനെ കൊണ്ടുപോകണം? നമ്മൾ ജീവിക്കുമ്പോൾ തട്ടി പോയില്ലെങ്കിലോ? തട്ടി പോയില്ലെങ്കിൽ നീ തട്ടി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്തിനാണ്? നമ്മൾ അന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത്. കണക്ക് കൂട്ടണം, നിനക്ക് കണക്ക് കൂട്ടലില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കില്ലാത്ത കുറ്റം ഉണ്ടായില്ലല്ലോ ഇപ്പൊ ഇതോ? അതെന്താന്ന് വെച്ചാൽ നമ്മളതിൽ കണക്ക് കൂട്ടാനുള്ള നക്കാപ്പിച്ച പൈസ ഉള്ളപ്പോ എടി ഇതിപ്പോ ലാവിഷായിട്ട് നമ്മളെ പൈസ ഉണ്ട്, അപ്പൊ ലാവിഷായിട്ട് ജീവിക്കുക. അതാണ് എന്റെ പോളിസി. ക്ലീറ്റോ, ഇത് തല മറന്ന് നിങ്ങൾ എണ്ണ തേക്കാണ് കേട്ടോ. ദൈവത്തിനെ മറന്ന് ജീവിക്കരുത്. ഇതിനകത്ത് പകുതി സാധനങ്ങൾ ചീത്തായി പോവില്ലേ? എടി, ഇതിപ്പോ ദൈവം തന്ന ഒരു വരദാനമാണ് ഇപ്പൊ ക്ലീറ്റോയുടെ സാഹചര്യം.
അതങ്ങോട്ട് ആഘോഷിക്കുക, അതാണ് എൻ്റെ രീതി. സമാധാനായി. ക്ലീറ്റസിന്റെ കാര്യത്തിൽ ഒരു പേടിയുണ്ടാവും. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാടൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കാശ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എവിടുന്നോ എങ്ങനെയോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് അവണ്ട് ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്നു. അമ്മാവാ വീട്ടിലേക്ക് വരണം, 4 ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് വന്നാൽ മതിയെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇത് പറയാനായിട്ട് ഇപ്പൊ നീ ഇങ്ങോട്ട് വരണോ, ഒന്ന് ഫോൺ ചെയ്താൽ പോരേന്ന് ചോദിച്ചു. വിളിച്ചു നോക്കി കിട്ടണ്ടേ പറഞ്ഞു. എന്നാണെങ്കിൽ ആ ഫോണിന്റെ സ്വിച്ചിന് എന്തോ ഒരു കംപ്ലൈന്റ് ഇട്ടോ, മറ്റേ സൗണ്ട് വരുന്നില്ല, മറ്റേ സ്ക്രീനിലൊന്നും തെളിയണില്ല അതില്. ഇത് പറഞ്ഞപ്പോ അവൻ അമ്മാമ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഇടോക്ക് ഒരു ഫോണാ മേടിച്ചത്. 10,000 ഉറുപ്പ്യ. ഞാൻ വേണ്ട 2,000 ഉറുപ്പ്യ മതി പറഞ്ഞു. ഏയ് ഇതന്നെ വെച്ചോന്നും പറഞ്ഞിട്ട്. ഈ ഫോൺ എന്തിനാ അമ്മാവന്? എന്തേ അമ്മാവന് ഇതുവല്ലോ അറിയാമോ? അതൊക്കെ പഠിക്കാലോ. നമുക്ക് ഈ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കാം, വാട്സപ്പിൽ ഇങ്ങനെ പലത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വിടാം. ചേട്ടാ അത് നിനക്കറിയാമോ അതൊക്കെ ചെയ്യാൻ? ഇതൊക്കെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടാണോ? പഠിച്ചൂടെ? അമ്മാവാ ഈ വയസ്സാം കാലത്ത് ഇതിന്റെ ആവശ്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ എപ്പോഴും പഠിക്കാം. എന്റെ വീടിന്റെ അവിടെ 5 വയസ്സായ കുട്ടിയാ ഫോണിൽ കണ്ട അത്ഭുതമായി ഞാൻ. 5 വയസ്സായ പിള്ളേർ അത് ചെയ്യും. വയസ്സുകാലത്ത് നിന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഇത് വെറുതെ ബോറടിച്ചു. ഇപ്പൊ ഇതിലാ ഫേസ്ബുക്ക് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാണല്ലോ 3 ദിവസം വേണമെങ്കിൽ ഇരിക്കാം, സമയം പോണത് അറിയില്ല. അതാ അപ്പൊ ഈ ഫോൺ എടുത്തോ, എന്നിട്ട് ഈ ഫോൺ അത് വേണ്ട വേണ്ട അടുത്ത അമ്മാവ സ്നേഹം നീ ഫോൺ ഇടാ. ഞാൻ പറയട്ടെ, അതെ ഒരാൾ അറിഞ്ഞു തന്ന സാധനേ അത് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ സന്തോഷ വിവരം ഒന്ന് തങ്കത്തിനെ അറിയിക്കാൻ വേണ്ടി വന്ന. തങ്കന്റെ എവിടെ? അയ്യോ അവരവിടെ ഇല്ല. തക്കളിക്ക് പാദസരം മേടിക്കാൻ പോയി. അപ്പൊ അവൾക്കല്ലേ കഴിഞ്ഞ മാസം കനകനെന്താ പിറന്നാളിന് മേടിച്ചു കൊടുത്തു പറഞ്ഞ് നല്ല പുതിയൊരു കൊലുസ് കണ്ട്. ഇപ്പൊ അതിന് ചന്തം പോരാ. പൈസ അല്ലേ കയ്യിൽ കിട്ടിയത്. അപ്പൊ അവര് വിചാരിക്കും ഒരു പുതിയത് എടുക്കാമെന്ന്, ഇത്രയേ ഉള്ളൂ, അല്ല അതൊന്നും ഇല്ല. ഇതാണ്ട ഇപ്പൊ തന്നെ എനിക്ക് 6 മാസത്തേക്കുള്ള എണ്ണയും കുഴമ്പും വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കുന്നത്. 1 മാസത്തേക്കുള്ള പലവ്യഞ്ജന സാധനങ്ങൾ വരികയും. ഇപ്പൊ പാദസരം വാങ്ങിക്കാൻ പോയി, തുണി എടുക്കാൻ പോണ്. അതൊക്കെ തന്നെ അവന്റെ സ്വഭാവം. അവന്റെ കൈ കാശ് കിട്ടിയാൽ ഭാര്യ വിതറക്കണം അവന് ജോലി. 10 പൈസ സൂക്ഷിക്കണമെന്നില്ല അവന്. അപ്പൊ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ആര് പറയാൻ? അമ്മാവനൊന്ന് കണ്ടു നോക്ക്. താഴെയെങ്ങും അല്ല, ഇപ്പൊ ഏതാണ്ട് ആകാശത്തൂടിയാ നടക്കണേ. അത്ര അഹങ്കാരം. അല്ല അവനെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഈ അല്പന അർത്ഥം ഉണ്ടായ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഈ കാശ് വരണമൊക്കെ നല്ലതാ, പക്ഷെ അത് ചെലവാക്കണതൊന്ന് പറഞ്ഞു മനസ്സിലാക്കിച്ചൂടേക്ക്. ഒരു കൊച്ചു വളർന്നു വരുന്ന ഒരു വിചാരം പോലും അവനില്ല. സത്യം ഞാൻ പറയാല്ല. നീ ഒരു കാര്യം ചെയ്യ്, തങ്കത്തിനടുത്ത് കാര്യമായിട്ട് പറ 10 പൈസ കരുതണം എന്നുള്ളത്. അതൊരു കാര്യാട്ടോ, ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ല. ഞാനത് പറഞ്ഞു 10 പൈസ ചെലവാക്കാത്തവനവൻ. അപ്പൊ അപ്പൊ ഈ കാശ് ഇത് ശരിക്കുള്ള കാശ് തന്നെ അല്ലേ അവൻ്റെ വന്നിട്ട്? അല്ല അധ്വാനിച്ച് അർഹതപ്പെട്ട കാശാണെങ്കിൽ ചെലവാക്കണടുത്ത് ഒരു പേടിയൊക്കെ കാണുകയെ. അമ്മാവ അതിന് അങ്ങനെയൊന്നും ഇല്ല. എങ്ങാണ്ടെന്ന് കുറെ പൈസ കിട്ടി അത് മുഴുവൻ ചെലവാക്കണം. അമ്മാവനാ എന്താ മാവാ? ഞങ്ങൾ ക്ലീറ്റസിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ അവന് നല്ല കാലാടാ. ഇപ്പൊ അവന്റെ രാഷ്ട്രീയ ഭാവി തെളിഞ്ഞു നിൽക്കണ സമയ. കണ്ട ഇടോക്ക് എന്താ ഫോണോ? അവൻ വാങ്ങി തന്ന. ഇതാവൻ വാങ്ങിച്ച ഫോണോ? 10,000 ഉറുപ്പികയുടെ അതിന്. 10,000 രൂപ മുടക്കിയിട്ട് ക്ലീറ്റസ് അമ്മാവിന് ഫോൺ വാങ്ങിച്ചോ? അവന് അങ്ങനെ ഒരു ആഗ്രഹം. എന്നാ നോക്കി കണ്ടൊക്കെ ഉപയോഗിച്ചോട്ടാ. എന്താടാ? അല്ല വല്ലവന്മാരും തെരഞ്ഞു വരും. എന്തിന്? എവിടുന്നാണ് ഈ പൈസ വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ എന്റെ അമ്മാവാ? എടാ അവനൊരു രാഷ്ട്രീയക്കാരനല്ലേ, പല രീതിയിൽ കാശുണ്ടായിക്കൂടെ? നമ്മുടെ ഇവിടെ കൗൺസിലറായി നിന്നിരുന്നു. അവ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് 10ന്റെ കാശുണ്ടായിരുന്നു അവന്റെ. 2 കൊല്ലം കഴിഞ്ഞില്ലേ അവൻ കാറ് മേടിച്ചു. അപ്പൊ അവന്റെ വീട് പണി നടക്കുക. ഇതൊക്കെ എവിടുന്നാ? ഇവനൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലല്ലോ. വേണ്ടെന്ന് പിടിപാടുണ്ടായി പോരെ. ഇപ്പൊ എന്താ പാർട്ടി ഓഫീസ് നേരാക്കലോ, അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു ഷെഡ് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഒരു 5 ലക്ഷം ഉറുപ്പ്യ എന്തോ പാസ്സായിന്നോ. അതിന്റെ പണി എടുപ്പിക്കുമ്പോ അതിന്റേതായ കാശ് കിട്ടും. ശരിയാ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എണ്ണിച്ചൂട്ടി അപ്പം പോലെയാണ് കുറച്ച് പൈസ കിട്ടുന്നത്. അത് അപ്പോഴേ തീരും. പക്ഷെ ഈ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഒരു ഇത് കിട്ടിയാൽ മതി. എടാ അവന് വല്ല റിയൽ എസ്റ്റേറ്റ് വല്ലതും നടത്തുന്നുണ്ടെന്നല്ലോ അറിയാമോ? എനിക്കൊരു സംശയം തോന്നുന്നു. അവനെ എന്തൊക്കെ തിരിപ്പാണുണ്ടെങ്കിൽ ആ തിരിപ്പിൽ മുഴുവൻ അവനുണ്ടാവും. അതൊക്കെ നല്ല പൈസയാണോ ചീത്ത പൈസയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല അവന് കാശ് കിട്ടിയോണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് ഈ ദൂർത്തടിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അയ്യോ കാശ് കിട്ടിയാലും കുഴപ്പമോ അല്ല, പല രീതിയിലും ആയി. ക്ലീറ്റസ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. പഠിക്കണ്ടത്. ചായ വേണോ? അല്ല ഞാനേ തങ്കം വന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ഫോണൊക്കെ ഒന്ന് കാണിച്ച് അവിടെ ഹോർലിക്സും പാലൊക്കെ മേടിച്ച് അത് മതി, അത് മതി, അതാ നല്ലത്. ഇനി കട്ടൻ ചായ ഒന്നും കുടിക്കരുത്, ബൂസ്റ്റേ കുടിക്കാവുള്ളൂ. ജ്വല്ലറിയിലേക്കല്ലേ പോയിണ്ട്. എന്റെ ചേച്ചിയെ പെണ്ണുങ്ങൾ തുണിക്കട പോയാലും ജ്വല്ലറി പോയാലും എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല. കട്ടൻ ചായ മതി.
നാട്ടിനെ എന്തായാലും ക്ലീറ്റോ ചേട്ടന്റെ മാറ്റം കൊള്ളാം അല്ലേ? ഭയങ്കര നല്ലതാ. എന്താ നാത്തുനെ എന്തായാലും കയ്യില് പൈസ വന്നപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണല്ലേ? ഭയങ്കര ഒന്നും പറഞ്ഞില്ല. എടി അല്പന അർത്ഥം കിട്ടിയപ്പോ അർദ്ധരാത്രിയിൽ കൊട പിടിക്കണമെന്ന് പറഞ്ഞ പോലെ ക്ലീറ്റോന്റെ കാര്യം കേന്നല്ല. പൈസ ഇങ്ങനെ ദൂർത്തടിക്കാനുള്ളതാണോ? അത് ശരി, ഇപ്പൊ ദൂർത്തടിക്കലായി. ഇത്രയും കാലം ഒരു കാര്യവും നോക്കണില്ല എന്നായിരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് കാര്യം നോക്കാൻ തുടങ്ങിയപ്പോ ദൂർത്തടിക്കലായി. കൃത്യമായിട്ട് നീ ആ അടുക്കളയിൽ വന്നൊന്ന് നോക്കി എന്തൊക്കെ എന്നെ തിരിക്കണേന്നുള്ളത്. എന്താ? 5 പാക്കറ്റ് ഉപ്പ്, ഞാൻ ഉപ്പ് ഒഴുങ്ങിയല്ലേ ജീവിക്കണത്. 5 പാക്കറ്റ് ഉപ്പ്, 1.5 കിലോ പച്ചമുളക്, 1/2 കിലോ കടുക്. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നാ 10 കിലോ അരി കൂടുതൽ മേടിക്കും. ആ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അത് നാളെ. അതറിയാൻ പാടില്ലാത്തോണ്ടല്ലേ? അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുന്നത്. ഇഷ്ടം പോലെ അങ്ങോട്ട് തോന്നിയ മാസം ചെലവാക്കുക ചെയ്യണത്. കുറെ ചീഞ്ഞ പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മറ്റെന്താ പച്ച റോബസ്റ്റ് പഴം. എന്തിനാ? 2 ദിവസം കഴിയുമ്പോൾ അത് ചീത്തായി പോവില്ലേ? ബോധം ഒട്ടില്ലേ താനും. ഇന്നെന്ത് തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ പറയല്ലേ. നാത്തും കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തു നോക്ക്, അതുപോലെ മേടിച്ചോണ്ട് വരും. അതിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ പൈസ കിട്ടിയപ്പോ വർഷങ്ങളായിട്ട് പുള്ളി തന്നെയാ കുടുംബം നോക്കണെന്നുള്ള ഭാവത്തിലാ. എന്റെ തല കൊയ്യണു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്തായാലും ലാവിഷാ. കാരണം അമ്മയ്ക്ക് ഇവിടെ 6 മാസത്തേക്കുള്ള കുഴമ്പറ്റേ കൊണ്ടുവന്ന് വെച്ചാണ്. എന്താടി കനകൻ ഓട്ടോറിക്ഷയില്? അയ്യോ ക്ലീറ്റോ, ഇതെന്താ ദൈവമേ, ഇതെന്താ പറ്റി? അത് പിടിച്ചാണ് ഏട്ടാ എന്താ? തലയ്ക്ക് പതുക്കെ പിടിക്കണം. കുഴപ്പമില്ല, കേറും. മഴ വേഗം കേറ്. ഇത് ഒരു സ്ഥലത്തും തൊടാനും വയ്യ. പോണ വരെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇതെന്താ ഇത്? കണ്ണെന്തേ? ദൈവം തമ്പുരാനെ, ഇതെന്താടാ? പോയിട്ടൊരു 12,000 രൂപ എടുത്തോണ്ട് പോവാ. 12 അല്ല, 12,500. ചെല്ലേന്നേ. ഇതെന്താന്ന് പറയാന്ന്. ഇനി നീ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കൊന്നും വേണ്ട. ആ 12,500 രൂപ കൊണ്ടാ. ഏട്ടാ എന്താ ഉണ്ടായെന്ന് പറ. 12,500 രൂപ ഞാൻ ആശുപത്രി കൊടുത്തതേ, അതും എടുത്തോണ്ട് പോവാന്ന്. നീ 12,500 എന്ന് പറയാതെ എന്താ സംഭവിച്ചത് പറ കനക. ഇവൻ കാണിച്ച തോന്നിയാസം എന്താണെന്നറിയാമോ? ഇവന്റെ പാർട്ടി ഓഫീസിന്റെ നവീകരണത്തിനാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഫണ്ടിന്ന് 1 ലക്ഷം ഉറുപ്പിയാണ് കട്ടത്. അമ്മയ്ക്ക് 6 മാസത്തെ മരുന്ന്, പിന്നെ ഇവിടുത്തെ ഈ ധാരാളിത്തം, ഇവന്റെ കൂട്ടുകാരായിട്ടുള്ള വണ്ടിയൊക്കെ വിളിച്ചിട്ടുള്ള കറക്കം, ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുള്ള പൈസ അല്ലാന്ന്. ആ പൈസ എടുത്താണ് ക്ലീറ്റി മാതിരിയൊക്കെ കാണിച്ചത് ആണോന്ന്? എന്താ സംഭവം എന്നറിയാമോ? ബിൽഡിങ്ങിന്റെ എന്തൊക്കെയോ ഓട് അതും ഇതൊക്കെ എവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തോ പട്ടിക കഴുക്കോല് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഫാന് ഇതൊക്കെ ഏതോ കുറഞ്ഞ കമ്പനിക്കാരുടെ ഫാനുകൾ കൊണ്ടുവന്നിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഇവർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻ ഇതാ കറങ്ങി 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 അവസാനം അത് പൊട്ടിയിട്ട് തലയിൽ വീണം. എങ്ങനെ ഇവന്റെ തലയിൽ മാത്രമായിട്ട് വീണത്? അതെ, മുകളിലൊരാളുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ക്ലീറ്റോ ചേട്ടാ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കണ്ടവന്റെ പൈസ നമുക്ക് എന്തിനാ? ഞാനത് അടിച്ചു മാറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ കിട്ടിയല്ലോ. പിന്നെ ആശുപത്രി പോയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറിച്ച ടെസ്റ്റ്, ഇതാ തലയുടെ മറ്റേ ഈ എന്താണ് CT സ്കാൻ അല്ലേ, അതൊക്കെ അടക്കെടുക്കേണ്ടി വന്നു. 17,500 രൂപ കണ്ടാണ്. അവസാനം അവന്റെ കയ്യിലുള്ള എന്താണ് വെറും 5,000 രൂപ. ബാക്കി പൈസ എടുത്തിട്ട് വാ, ഞാൻ ആ ഫാസിലെടുത്ത് കടം വാങ്ങിച്ചിട്ടാ തന്നത്. ആര് പറഞ്ഞു നിന്നോട് കൊടുക്കാൻ? പിന്നെ കൊടുക്കാതെ പിന്നെ ആശുപത്രി ഇട്ട് പോരാൻ പറ്റും. തന്നെത്താനെ ഉണ്ടാക്കാൻ അറിയാലോ. ഭയങ്കര കരുതലുള്ള ആളല്ലേ. പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വീശലുണ്ടായല്ലോ. 1,000 രൂപ ഇത്രയും പൈസ കിട്ടിയതല്ലേടാ. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല ക്ലീറ്റോ. എന്നിട്ട് കുറെ മലക്കറി അടുക്കള കടക്കാൻ പാടില്ല. ഉപ്പ് മുളകൊക്കെ ആയിട്ടിരിപ്പുണ്ട്. 5 കിലോ ഉപ്പ്, 5 കിലോ പഞ്ചസാര. ആർക്ക് തിന്നാൻ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ അല്ലേ? ഇങ്ങനെ വിചാരിക്കണവന്മാർക്കൊക്കെ ഉള്ള പാടാ അത്. കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ നാളത്തേക്ക് ഒരിത്തിരി കരുതി വെച്ച് ജീവിക്കണം. ഇനിയെങ്കിലും അതൊന്ന് പഠിച്ചോ. എന്റെ പൈസ എവിടെ? അത് കടമായിട്ട് കൂട്ടിക്കോളിയാ. Versus Alien.